ബിഗ് ബോസ് സീസൺ 6 വീക്കെൻഡ് എപ്പിസോഡ് വന്നിരിക്കുകയാണ്. അപ്പോൾ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം, ഇതിനും നല്ലത് ആ കപ്പ് എടുത്ത് ബിഗ് ബോസിൻ്റെ ആ കപ്പ് എടുത്തിട്ട് ആ നോറക്കോ അല്ലെങ്കിൽ ജാസ്മിനോ കൊടുത്ത് ഈ ഷോ അങ്ങ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്, അതായത് കാണുന്ന പ്രേക്ഷകർക്ക് പുല്ല് വില തന്നെ പോലത്തെ ഒരു എപ്പിസോഡായിരുന്നു ഇത് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത ഒരു എപ്പിസോഡ് ഈ ബിഗ് ബോസ് മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത്ര ഇറിറ്റേറ്റ് ചെയ്ത് അതിലെ കണ്ടസ്റ്റൻറ്റുകൾ ഇറിറ്റേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇന്നത്തെ എപ്പിസോഡ് നല്ല രീതിയിൽ ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. ലാലേട്ടൻ്റെ ചോദ്യങ്ങളും ലാലേട്ടൻ്റെ പെരുമാറ്റവും കാര്യങ്ങളെല്ലാം കാണുന്ന പ്രേക്ഷകരെ എല്ലാവരും മണ്ടന്മാരാക്കിയിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. ഇത്രയും എക്സ്ട്രീംലി ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡ് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയും ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. കാരണം പ്രേക്ഷകർ എന്താണോ ചോദിക്കണോ, എന്ത് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചോ അതിൻ്റെ ഓപ്പോസിറ്റ്. ബിഗ് ബോസ് മൈൻഡ് ഗെയിം കളിച്ചോ, ബിഗ് ബോസ് മൈൻഡ് ഗെയിം കളിക്കുകയാണെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇതെല്ലാം ബിഗ് ബോസിൻ്റെ ഷോ ഡയറക്ടറിൻ്റെ മൈൻഡ് ഗെയിമാണ്. അപ്പോൾ ബിഗ് ബോസ് കളിച്ചോ, കളിക്കണത് അതിൽ കളിക്കാവുന്ന കണ്ടസ്റ്റൻറ്റുകളായിട്ട് കളിച്ചോ, അല്ലാണ്ട് ഇത് കാണാണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ മൈൻഡ് ഇറിറ്റേറ്റ് ചെയ്തിട്ടുള്ള കളി. പ്രേക്ഷകർ ഈ ഷോ കാണണ്ടേ, ഓൾറെഡി അതിലുള്ള കണ്ടസ്റ്റൻറ്റുകളുടെ വെറുപ്പിക്കൽ, ഈ ജാസ്മിൻ്റെ ആയാലും നോറയുടെ ആയാലും വെറുപ്പിക്കൽ കാരണം പകുതി പേര് ഇപ്പോൾ ഷോ കാണുന്നത് നിർത്തിയെന്നാണ് പറയണത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസും ലാലേട്ടനും കൂടി ഇമാതിരി പരിപാടിയും കൂടി കാണിച്ചു കഴിഞ്ഞാൽ ഉള്ള ആളുകളും കൂടി പരിപാടി നിർത്തിയിട്ട് പോകും. എനിക്ക് അത്ര പറയാനുള്ളൂ. ഇത് ഷോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അവർക്ക് കപ്പ് കൊടുക്കാനും ജാസ്മിന് കപ്പ് കൊടുക്കാനാണെങ്കിൽ ജാസ്മിന് കപ്പ് കൊടുത്ത് ഷോ അവസാനിപ്പിക്കുക. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഒരാളുടെ ഇത്രയും നെഗറ്റീവ് ഉണ്ടായ ഒരാളുടെ ഒരു കാര്യം പോലും ചോദിക്കാണ്ട് ജാസ്മിൻ വെറുപ്പിക്കലിൻ്റെ അങ്ങേയറ്റം വെറുപ്പിച്ച എപ്പിസോഡുകൾ ഉണ്ടായിട്ട് അതിൻ്റെ ഒരു അംശം പോലും ചോദിക്കാണ്ട് അവിടെ ഈ ആഴ്ച അത്യാവശ്യം നല്ല കണ്ടന്റുകൾ വന്ന ആളുകളുടെ മെക്കിട്ട് കയറുന്നൊരു സിറ്റുവേഷൻ. എടുത്തു പറയുന്നത് സെബിൻ്റെ കാര്യം തന്നെ. സെബിൻ്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും ഇന്നത്തെ ദിവസം ഷോ ക്വിറ്റ് ചെയ്ത് പോയേനെ. പുള്ളി ആ ഒരു മൈൻഡിൽ അവിടെ ഇരുന്നത് സമ്മതിച്ചു കൊടുക്കണം. ഓക്കെ, ചെയ്തത് തെറ്റാണ്, അത് ന്യായീകരിക്കാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു ഷോയിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം കാണിക്കാൻ പാടില്ല. ഇതിനും വലിയ തെറ്റുകൾ ഈ സീസണിൽ പോട്ടെ, എത്രയോ സീസണിൽ ഇതിനും വലിയ തെറ്റുകൾ ഉണ്ടായിട്ട് ലാലേട്ടൻ ഇതിനും സിമ്പിളായിട്ട് വിട്ടിട്ടുണ്ട്. ഇത്രയും വലിയ ക്രൂശിക്കപ്പെടേണ്ട ഒരു തെറ്റാണെന്ന് ചോദിച്ചാൽ തെറ്റാണ്. അതിന് നമുക്ക് ഒന്നും പറയാനില്ല, അതിന് അപ്പോളജൈസ് ചെയ്തു. ഇതിനും വലിയ തെറ്റുകൾ അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടും ഇതിനെ വേറെ സീസണിൽ നോക്കണേ, ഈ സീസൺ 6 തന്നെ എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ജാസ്മിൻ്റെ ഗബ്രിയുടെയൊക്കെ വായന എന്തൊക്കെ വർത്താനം വന്നിട്ടുണ്ട്. ഒന്നും വേണ്ട, ഇന്നലത്തെ എപ്പിസോഡിൽ ജിൻഡോയോട് ജാസ്മിൻ പറഞ്ഞ ആ ഒരു സംഭവം അത് തന്നെ പോരെ. അതൊക്കെ ഒന്നും അല്ലാണ്ടാക്കിയിട്ട് ഈ സെബിനെയും ജിൻഡോനെയും വെച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരെ, അതായത് പ്രേക്ഷകർ ആരെയൊക്കെ വെറുക്കുന്നോ, മെജോറിറ്റി പ്രേക്ഷകർ ആരെയൊക്കെ വെറുക്കുന്നോ അവരെല്ലാം ബൂസ്റ്റ് ചെയ്ത് വിടുന്ന പോലത്തെ ഒരു എപ്പിസോഡ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ബിഗ് ബോസ് മൈൻഡ് ഗെയിം കളിക്കുന്നത് പ്രേക്ഷകരോടല്ല കളിക്കുന്നത്. ഹൗസിൽ അവിടെ മൈൻഡ് ഗെയിം കളിക്കാൻ പ്രിപ്പയർഡായിട്ട് വന്ന ആളുകൾ അതിൻ്റെ അകത്തുണ്ട്, അവരോട് കളിക്കണം. ഇത് ഷോ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണാൻ, ഒരു കുടുംബസമേതം കാണാനിരിക്കുമ്പോൾ എല്ലാവരും മൈൻഡ് ഔട്ടാക്കി കളയുന്ന രീതിയിലുള്ള എപ്പിസോഡ് വിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യം വേണ്ട രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സിബിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതായത് സിബിൻ ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ സിബിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സിബിൻ്റെ പ്ലാനുകളെല്ലാം വിസിബിളാണ്. ക്യാമറ ഉണ്ടെന്നോ മൈക്ക് ഉണ്ടെന്നോ നോക്കാണ്ട് അവിടെ നിന്ന് അങ്ങ് പറയും. അതാണ് സിബിൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അത് ഇന്നൊരു തീരുമാനമായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം തന്നെ സിബിനെ ആ റൂമിൽ നിന്ന് ഇറക്കിയത് വളരെ മോശമായി പോയി. അങ്ങനെയൊക്കെ ഒന്നും ഒരു കണ്ടസ്റ്റൻ്റിനോട് ചെയ്യാൻ പാടില്ല, പക്ഷെ മോശമായി പോയി. അതായത് ഇതിനും വലിയ തെറ്റുകൾ ചെയ്ത ആളുകളോട് ഇതിന് സിമ്പിളായിട്ടുള്ള പണിഷ്മെൻറ്റ് കൊടുത്ത് വിട്ടപ്പോൾ ഒരാളെ ക്രൂശിക്കാൻ വേണ്ടി പർപ്പസ്ഫുള്ളി ചെയ്ത പോലെ തന്നെയാണ്. പർപ്പസ്ഫുള്ളി അയാളെ ഹേർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ, അയാളെ ഡൗൺ ആക്കണം എന്നുള്ള രീതിയിൽ തന്നെ ബാക്കിയുള്ളവരെ ബൂസ്റ്റ് ചെയ്യണം, അതായത് അയാളുടെ ഓപ്പോസിറ്റ് ആളെ ബൂസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഉള്ള പണിഷ്മെൻറ്റ് കൊടുക്കാനായിട്ട് നോറയെ വിളിക്കുന്നു. അതായത് സെബിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ജാസ്മിനും നോറയും. ഇവരൊക്കെ സെബിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. ഗബ്രിയോട് അർജുനോടൊക്കെ അഭിപ്രായം ചോദിക്കുന്നു. അതായത് ആരൊക്കെ അതിൽ സെബിനെ നേരിട്ട് എതിരായി നിൽക്കുന്നു അവരോടൊക്കെ തന്നെ പോയി അഭിപ്രായം ചോദിച്ചിട്ട് നോറയെ പിടിച്ചു നിർത്തി നോറയെ കൊണ്ട് പണിഷ്മെൻറ്റ് കൊടുപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ. അനീതി എന്നല്ലാണ്ട് ഇതിനെ ഒന്നും പറയാനില്ല. നോറയാണെങ്കിലോ സാഡിസ്റ്റാണ്. നോറയുടെ ഒരു ക്യാരക്ടർ സാഡിസ്റ്റ് ക്യാരക്ടറാണ്. മറ്റുള്ളവരുടെ സങ്കടത്തിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു ക്യാരക്ടർ ബിഗ് ബോസ് സീസണിൽ ആദ്യമായിട്ട് വന്നിട്ട് ഒരാൾ അത് നോറയാണ്. വേറെ ആൾ വിഷമിക്കുന്നതോ അത് തറക്കുന്ന പ്രശ്നത്തിൽ പെടുന്നതൊക്കെ കാണുമ്പോൾ നോറയ്ക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും വിസിബിളായിരുന്നു. കൈ അടിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് സെബിനെതിരെ. ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി, ജാസ്മിനും നോറയൊക്കെ തമ്മിലുള്ള ഒരു യൂണിറ്റി, അവർ ഓൾറെഡി പ്രിപ്പയർഡായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാ യൂണിറ്റി ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നിന്ന് മനസ്സിലാവും. നോറയെ കൊണ്ട് പണിഷ്മെൻറ്റ് കൊടുത്ത് നോറ പറയുന്നത് എന്ത് പണിഷ്മെൻറ്റ് സ്വീകരിക്കാനായിട്ട് ലാലേട്ട് വന്ന് പറയുമ്പോൾ കൊടുക്കണം. 3 ദിവസം പാത്രങ്ങൾ അത് എന്തെങ്കിലും ഫണ്ണാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോൾ വേണ്ട, അത് അയാൾ കയറി ഫയറാവും, അതിന് നല്ലത് അയാൾ അനുഭവിക്കണമെന്നുള്ള രീതിയിൽ 3 ദിവസം, അത് പെട്ടെന്ന് തീർന്നു പോയത്. 3 ദിവസം വെസൽ കഴിയണമെന്ന് പറഞ്ഞ് കാണിക്കുന്നത് സാഡിസ്റ്റാണ് നോറ.
നോറയുടെ കൊഞ്ചൽ എൻ്റെ പൊന്നോ ഇത്ര ഇറിറ്റേറ്റിങ്. കൊഞ്ചി അങ്ങ് ലാലേട്ടൻ്റെ മുന്നിൽ കിടന്ന് കൊഞ്ചി അങ്ങ് വീഴണ അവൾ. ഇത്രയും ദിവസം അവിടെ കരഞ്ഞും കലിപ്പൂട്ട് കാണുന്ന നോറയുടെ ലാലേട്ടൻ്റെ മുന്നിലുള്ള ക്യാരക്ടർ കാണുമ്പോൾ ഭയങ്കര നെഗറ്റീവാണ്. കാണുന്ന കംപ്ലീറ്റ് പ്രേക്ഷകരെ, ഇന്നത്തെ എപ്പിസോഡ് കണ്ട കംപ്ലീറ്റ് പ്രേക്ഷകരെയും, ഞാൻ എല്ലാവരും പറയുന്നില്ല, ഇത് എൻജോയ് ചെയ്ത ആളുകളുണ്ടാവും. അത് പ്രത്യേക ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത ദിവസം ആയിക്കോളൂ. പക്ഷേ ബാക്കിയുള്ള 99% പ്രേക്ഷകരും അപ്സെറ്റ് ആയിക്കോളൂ ഇന്നത്തെ എപ്പിസോഡിൽ. ഒന്നും പറയാനില്ല, അത്ര ഇറിറ്റേറ്റിംഗ്. ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു ടീം അതിൽ ഓരോ ടീമുകളുണ്ട്. പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ടീം ഏതാണെന്ന് വെച്ചാൽ ഡെൻ ടീം തന്നെയാണ്. ഗബ്രിയുടെ ടീം അത് ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു ടീമാണ്. ആ ടീമിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് അവരുടെ മെലോ ഡ്രാമയ്ക്ക് ഇത്ര അപ്രീസിയേഷൻ. ഇതുവരെ എത്രയോ ടാസ്കുകളിൽ ഇതുപോലെ പാർഷ്യാലിറ്റി കാണിച്ച് ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിലൊന്നും ഒരു ചോദ്യം ചോദിക്കാണ്ട് ഈ ജാസ്മിൻ ക്യാപ്റ്റനായിരുന്ന ടൈമിൽ ജാസ്മിൻ സപ്പോർട്ട് ചെയ്ത് ബാക്കിയുള്ള എല്ലാ ടീമിനെ അടിച്ചിരുത്തി പവർ ടീമിനെ സപ്പോർട്ട് ചെയ്ത സിറ്റുവേഷനൊക്കെ എല്ലാം മറന്നു കഴിഞ്ഞിട്ട് ഈ ഒരു ചെറിയ കാര്യത്തിൽ കയറി പിടിച്ച് ലാലേട്ടൻ ഡെൻ ടീമിനെ ബൂസ്റ്റ് ചെയ്യും, പവർ ടീമിനെ ഇറക്കി വിടുകയും ചെയ്തു. ഈ ഒരു സീസണിൽ പവർ ടീം പല ആളുകൾ വന്നിട്ടും ഇത്രയും ഇത്രയും ഫണ്ണാക്കിയ ഒരു പവർ ടീം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ടീം തന്നെയാണ്. ആ ടീമിനെ ലാലേട്ടൻ എന്തുകൊണ്ട് അടിച്ചിരുത്തി? ഷോയുടെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് എന്നുള്ളൊരു കാറ്റഗറി ഒരു സംഭവം വേണ്ട എന്നുള്ള രീതിയിലാണോ അവർ അടിച്ചിരുത്തി കളഞ്ഞത്? ഇനി നമുക്ക് കാണാൻ പോകുന്നത് അഴിഞ്ഞാട്ടം ആയിക്കോളൂ. ജാസ്മിൻ്റെ നോറയുടെ ഒക്കെ അഴിഞ്ഞാട്ടം ആയിക്കോളൂ. ഗബ്രി ആയാലും അപ്സരായാലും ഇവരെല്ലാവരും ഇനി അഴിഞ്ഞാടാൻ പോവുകയാണ്. അതായത് ഈ ഇതുവരെയുള്ള ദിവസങ്ങളിൽ സെബിൻ്റെയും ജിൻഡോൻ്റെ ഒക്കെ ഒരു അഴിഞ്ഞാട്ടം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവരുടെ ഒരു അഴിഞ്ഞാട്ടം ആയിക്കോളൂ. പ്രേക്ഷകരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു വീക്കായുള്ള ഇനി വരാൻ പോകുന്നത്. അതായത് ഇന്നത്തെ എവിക്ഷൻ അതിന് ഏറ്റവും വലിയൊരു റീസൺ. കാരണം നമ്മൾ ഒരുപാട് വെറുത്തിട്ടുണ്ട് ജാൻമണിയെ, ഒരുപാട് വെറുത്തിട്ടുണ്ട്. ആ വെറുപ്പൊക്കെ മാറ്റിയൊരു വീക്കായിരുന്നു. ജാൻമണി ഭയങ്കര കൺട്രോൾഡായിട്ട്, നോറ ഒരുപാട് തവണ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കിയിട്ടും ഭയങ്കര കൺട്രോൾഡായിട്ടൊരു ജാൻമണിയാണ് നമ്മൾ ഈ വീക്ക് കണ്ടത്. ആ ജാൻമണി പുറത്ത് പോയി നല്ല ഇമോഷണലായിട്ട്, ഇതുവരെ ഒരാൾ പോയപ്പോഴും ഇത്രയും ഇമോഷണലായിട്ട് പോയിട്ടില്ല. കാരണം ഹൗസിൽ ചോദിച്ചിട്ടുണ്ട്, ഹൗസ് വീടായി കാണുന്ന ആളുകളെ പറയാൻ പറഞ്ഞൊരു സിറ്റുവേഷൻ. എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയത് ആ ഹൗസ് വീടായി കണ്ടത് ജാൻമണിയാണ് തോന്നുന്നത്. കാരണം ജാൻമണി ഇതുപോലെ ഫാമിലിയിൽ നിന്നൊക്കെ വിട്ട് മാറിയിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഇത്ര ആളുകളുടെ കൂട്ടത്തിൽ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, പവർ ടീമിലായിരുന്നിട്ട് പോലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനത്തെ അത് വീടായിട്ട് കണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നില്ല അതിൻ്റെ അകത്ത്, അതൊരു വീടായിട്ട് കണ്ട ഒരു പ്ലെയർ ആയിരുന്നില്ല, വീടായിട്ട് കണ്ട അതിൻ്റെ അകത്ത് നിന്നൊരാളായിരുന്നു ജാൻമണി. ജാൻമണി ഇറങ്ങിപ്പോയത് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ജാൻമണി ഇറങ്ങിപ്പോയപ്പോൾ പവർ ആർക്ക് കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ ജിൻഡോക്ക് കൊടുത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന ഒരാൾ ജിൻഡോയാണ്, ജിൻഡോക്ക് കൊടുക്കാത്ത. അത് എന്താണ് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഇനി എന്തെങ്കിലും നിയമപരമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ജിൻഡോക്ക് കൊടുത്തില്ല, അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. പകരം കൊടുത്തത് ശ്രീരേഖയ്ക്ക്. അവിടെയാണ് ഒരു ലിസ്റ്റ്. നാളെ ഇനി ഒരു ഡബിൾ എവിക്ഷൻ കൂടി ഉണ്ട്. ശ്രീരേഖയും പോവും, ശരണ്യയും പോകും എന്നാണ് കേട്ടത്. അപ്പോൾ അത് ശരിയാണെങ്കിൽ, ഒരു 100% ഉറപ്പിക്കാൻ പറ്റില്ല, അത് ശരിയാണെങ്കിൽ ശ്രീരേഖയും ശരണ്യയും കൂടി പോവുകയാണെങ്കിൽ പവർ ടീമിൽ നിന്ന് ഇപ്പോൾ 3 പേര് ഓൾറെഡി പോയി. ഇനി ആ പവർ ടീമിലോട്ട് കയറാൻ പോകുന്ന 3 പേര് ആരൊക്കെയാണെന്നുള്ളതിൽ വെച്ചിരിക്കും. എങ്ങനെയെങ്കിലും ഈ ഗബ്രിയോ ജാസ്മിനോ നോറയോ ആരെങ്കിലും ഒരാൾ ഈ ഒരു ഗ്യാങ്ങിൽ നിന്ന് അതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈ വീക്കിൽ മൈൻഡ് ഗെയിം കളിക്കാൻ പോകുന്നത് പ്രേക്ഷകരായിക്കോളൂ. പ്രേക്ഷകരുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ഔട്ടിലാവുന്ന ഒരു വീക്കായിക്കോളൂ ഇനി വരാൻ പോകുന്നത് ഈ ഒരു സിറ്റുവേഷനിലോട്ട് പോവുകയാണെങ്കിൽ. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് ഇത് നമ്മൾ കണ്ട് തുടങ്ങി പോയതുകൊണ്ട് നമുക്ക് കണ്ട് തീർക്കാണ്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെയും കാണും ഓരോ എപ്പിസോഡ്. അപ്പോൾ കണ്ട് പോയതുകൊണ്ട് കാണേണ്ട ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്നതിന് നല്ലത് ആ കപ്പ് അങ്ങോട്ട് ബിഗ് ബോസിൻ്റെ പ്രിയപുത്രിയായ ജാസ്മിന് കൊടുത്ത് ഷോ അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പിയായി, എല്ലാവരും ഹാപ്പി, അവരുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നടക്കും. എന്തിനാണ് നമ്മൾ വെച്ച് മൈൻഡ് ഗെയിം കളിച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ്? അവർ മൈൻഡ് ഗെയിം കളിക്കണമെങ്കിൽ അതിൻ്റെ അകത്തുള്ളവർ വെച്ച് കളിക്കാണ്ട് നമ്മളെ വെറുതെ കോമാളികളാക്കുന്ന ഒരു കാര്യം നടന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ എന്തെങ്കിലും ട്വിസ്റ്റ് വരുമോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ, ആ ഒരു പ്രതീക്ഷയിൽ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അതുവരെ ബൈ.